ശോഭിക്കുന്നു നിശ്ചയം യേശുഭക്തർ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്നേഹിതന്മാരെ ലഭിക്കുക എന്നത് വലിയ സന്തോഷമാണ്. ചിലർ സ്നേഹിതരെ തേടി പോകുന്നു, ചിലരുടെ അടുക്കലേക്ക് സ്നേഹിതർ കടന്നു വരുന്നു. സ്നേഹിതരായി വന്ന് കൂട്ടുകൂടി എല്ലാം നശിപ്പിച്ചിട്ട് പോകുന്നവരും സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട്. എന്നാൽ നമ്മോടുകൂടി എപ്പോഴും നടന്ന് നമ്മെ കാവൽ ചെയ്ത് നിയന്ത്രിച്ച് നേരായ വഴിയിൽ കൂടി നമ്മെ നയിക്കുന്ന ഒരു നല്ല സ്നേഹിതനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തോടൊപ്പം രാത്രിയും പകലും അവരെ കാവൽ ചെയ്ത ഒരു സ്നേഹിതൻ. ഈ സ്നേഹിതൻ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ജനത്തിനു മുമ്പായി നടന്നു. ഫറവോന്റെ സൈന്യം അവരുടെ പിന്നാലെ വന്നപ്പോൾ ഈ സ്നേഹിതൻ അവരുടെ പിന്നിൽ നിന്ന് ശത്രു അവരെ തൊടാതെ കാവൽ ചെയ്തു. യോഹന്നാൻ 16:13 ഈ സ്നേഹിതന് പേര് നൽകുന്നുണ്ട്, സത്യത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. ഇവിടെ വായിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മെ സത്യമായ വഴിയിൽ കൂടി നയിക്കുന്ന സ്നേഹിതൻ. ഈ സ്നേഹിതൻ അദൃശ്യനാണ്, നമുക്ക് കാണുവാൻ കഴിയില്ല, എങ്കിലും അവനെപ്പോഴും നമ്മോട് കൂടിയുണ്ട്. ഈ സ്നേഹിതനാൽ നയിക്കപ്പെടുന്ന ജീവിതം മാത്രമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അദൃശ്യ സ്നേഹിതനായ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആത്മസ്വഭാവമുള്ളവരായിരിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവർ ജഡസ്വഭാവം ഉള്ളവരായിരിക്കും. ആത്മസ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ജഡസ്വഭാവം ഉള്ളവർ ജഡത്തിനുള്ളതും ചിന്തിക്കുന്നു. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും, ജഡത്തിൻ്റെ ചിന്ത മരണം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ജഡത്തിൻ്റെ സ്വഭാവം ഗലാത്യർ 5:19 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ജഡത്തിൻ്റെ ഈ പറഞ്ഞ സ്വഭാവം ഉള്ളവർ ദൈവരാജ്യം അവകാശമാക്കില്ല. നമ്മിൽ ജഡസ്വഭാവം ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടതിനും ആത്മാവ് സ്വഭാവമുള്ളവരായി തീരേണ്ടതിനും പ്രാർത്ഥിക്കണം. ആത്മസ്വഭാവമുള്ളവരായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ആത്മാവിന്മേൽ വസിക്കുകയും വേണം. റോമർ 8:9 പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവന് ഉള്ളവൻ അല്ല. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. റോമർ 8:14. നാം ദൈവത്തിൻ്റെ മക്കളോ? ദൈവമക്കളുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത കൂട്ടായ്മ ജീവിതം. സഹമനുഷ്യരോട് ദൈവമക്കൾ കൂട്ടായ്മ പങ്കുവയ്ക്കും. പെന്തോക്കോസ്ത് നാളിൽ അപ്പൊസ്തലന്മാരുടെ ഉപദേശം കേട്ട് രക്ഷിക്കപ്പെട്ടവർ ആത്മാവിന് നടത്തിപ്പിൽ ആയിത്തീർന്നപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കരുതൽ ഉള്ളവരാകുകയും ദിനം പ്രതി ഒരുമിച്ച് കൂടി കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു. പ്രവൃത്തി 2:42. ഇന്ന് ആത്മാവിനാൽ നടത്തപ്പെട്ട ദൈവമക്കൾ എന്നഭിമാനിക്കുന്ന നമ്മിൽ എത്ര പേർക്ക് മറ്റുള്ളവരെക്കുറിച്ച് കരുതൽ ഉണ്ട്? കൂട്ടായ്മ അനുഭവം എത്ര പേർക്കുണ്ട്? കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ബലഹീനതയെക്കുറിച്ച് കരുതൽ ഇല്ലാതെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിശ്വാസ ജീവിതമല്ലേ നമുക്കുള്ളത്? എന്നിട്ടും പറയുന്നതോ ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്. രണ്ടാമത്തെ പ്രത്യേകത ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. കർത്താവ് പറഞ്ഞത് അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മത്തായി 7:20 വാക്യം.
മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാകില്ല. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു. When we live in the Holy Spirit, we bear the fruit of the Holy Spirit. ആത്മാവിൻ്റെ ഫലം എന്തെന്ന് ഗലാത്യർ 5:22 വായിക്കുന്നു. ആത്മാവിൻ്റെ 9 ഫലവും നമ്മിൽ നിന്ന് പുറപ്പെടണം. അപ്പോൾ നാം ദൈവമക്കൾ ആകും. മൂന്നാമത്തെ പ്രത്യേകത, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം. വിശ്വാസം, പ്രത്യാശ എന്നിവയേക്കാൾ ശ്രേഷ്ഠമായത് സ്നേഹമാണ്. സ്നേഹത്താൽ അന്യോന്യം സേവിപ്പാൻ വിളിക്കപ്പെട്ടവനാ വിശ്വാസി. ഗലാത്യർ 5:13. ഏതെല്ലാം ആത്മീയ വരങ്ങൾ പ്രാപിച്ചാലും സ്നേഹമില്ല എങ്കിൽ മറ്റു വരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം, ഇല്ലെങ്കിൽ അവൻ കള്ളനാണ്. കർത്താവേ, അദൃശ്യ സ്നേഹിതനായ ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ദൈവത്തോടും എല്ലാ മനുഷ്യരോടും സ്നേഹം ജീവിതത്തിൽ ലഭിക്കും. മനോജരിൽ സൂക്ഷ്മമായി ദൈവമുണ്ട്. മനോജരിൽ സൂക്ഷ്മമായി ദൈവമുണ്ട്. ആശ്രയമാകുന്ന ജീവിത കപ്പലിൽ വിശ്രമനാട്ടിലെത്തിയിട്ടനന്തമായി വാഴു സുഖിക്കുമവർ. അനന്തമായി വാഴു സുഖിക്കുമവർ. അന്ധത സ്വപ്നത്തിൽ പോരുമ ജീവിത നിഷ്ഠരിൽ മുഖം തേജസ്സിൽ ശോഭിച്ചിടും. അവർ മുഖം തേജസ്സിൽ ശോഭിച്ചിടും. സുവിശേഷ ഘോഷണ സേവകരായവർ സുവിശേഷ പോർക്കളത്തിൽ സൂക്ഷ്മത്തിൽ